കഴിഞ്ഞ ദിവസങ്ങളിൽ അനുമോളുടെ പേരിൽ ഒരു വ്യാജമായ വാർത്ത പ്രചരിക്കുകയുണ്ടായി. അതായത് അനുമോൾ പി ആറുകളും അനുമോളും ചേർന്നിട്ട് ജാതി കാർഡ് വരെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രചാരണം പ്രത്യേകിച്ച് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റുകളുടെ രൂപത്തിലൊക്കെ ഞാൻ കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഒരു പെൺകുട്ടിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് സോക്കോൾഡ് പ്രോഗ്രസീവ് സമൂഹം ശ്രമിക്കുന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈഴവ സേന എന്ന് പറഞ്ഞിട്ടൊരു പേജ്, ആ പേജിനകത്ത് അനുമോള് എവരുടെ ആളാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ്, ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അനുമോൾ ഒരു ഈഴവ പെൺസിംഹമാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു. ഇത് ഉടനെ തന്നെ അനുമോളുടെ പി ആറും കൂടെ ചെയ്യുന്ന പരിപാടിയാണെന്നും പറഞ്ഞുകൊണ്ട് ജയിക്കാൻ വേണ്ടി ആ പെൺകൊച്ച് ജാതി വരെ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് കുറെ പേര് അങ്ങോട്ട് അടിച്ചിറക്കാൻ തുടങ്ങി. വെയിറ്റ് ഒരു മിനിറ്റ്, നമ്മുടെ കഥ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു പോസ്റ്റും കൂടെ നോക്കൂ. സാക്ഷാൽ മോഹൻലാൽ, മലയാള സിനിമയുടെ കിരീടം വയ്ക്കാത്ത രാജാവ് അല്ലേ, അദ്ദേഹത്തിന്റെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നു എന്നല്ലേ തൊട്ട് മുകളിലൊന്ന് വായിച്ചു നോക്കൂ. ആരാ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? 4 ദിവസം മുമ്പ് ഇതേ ഈഴവ സേനയിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. മോഹൻലാലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വേരുകൾ ഈഴവ സമൂഹവുമായി ബന്ധപ്പെട്ടതാണെന്നും പറഞ്ഞുകൊണ്ട്, നമ്മുടെ ആളാണെന്നും പറഞ്ഞുകൊണ്ട് ആ പേജിൽ വന്ന ഒരു പോസ്റ്റാണ്. അല്ല, ലാലേട്ടന്റെ പി ആറുകൾ ചെയ്ത പരിപാടിയാണോ ഇതപ്പോ? ഒരു മര്യാദ വേണം. ഏതോ ഒരു പേജ്, അതിന്റെ അഡ്മിൻ ആരാണെന്ന് പോലും നമുക്കറിയില്ല, അവർക്ക് തോന്നുന്നത് എഴുതി പിടിപ്പിച്ചൊരു ഫോട്ടോയും വെച്ച് അനുമോൾ നമ്മുടെ ആളാണ്, സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടാൽ അതിനും അനുമോൾ ഉത്തരം പറയണമെന്ന് പറയുന്നവരുടെ ചിന്താശേഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തലച്ചോറെന്ന് പറയുന്നത് ഏത് മലർവാണ ലോക്കറിൽ കൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? ഇപ്പൊ ഞാനിതാ ഇവിടെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നു, എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു, എൻ്റേത് മാത്രമാണത്. ഇതിന് അനുമോളുടെ മറ്റേ ഫാൻസുമായിട്ടോ അല്ലെങ്കിൽ അനുമോളുടെ പി ആറുമായിട്ടോ ഒരു ബന്ധവും ഇല്ല എൻ്റെ അഭിപ്രായം. അതുപോലെ അനുമോളെ കുറിച്ച് ഏതോ ഒരു മനുഷ്യൻ എവിടെ ഇരുന്നു കൊണ്ടിട്ടൊരു പോസ്റ്റ്, അതിന് അനുമോള് മറുപടി പറയണം. അത് എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ജാതി കാർഡ് ഇറക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉത്തരം പറയും. 4 ദിവസം മുമ്പ് ലാലേട്ടന്റെ ഫോട്ടോ വെച്ച് അതേ ഫേസ്ബുക്ക് പേജിൽ വന്നൊരു പോസ്റ്റാണ്. അതായത് അവർക്ക് തോന്നുന്ന രീതിയിൽ എന്തൊക്കെയോ ഇടുന്നു. ഈഴവ സമുദായത്തിനെ അനുകൂലിക്കുന്ന ഒരു പേജാണത്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവരിടുന്നു. അതിന് അനുമോൾ എന്ത് പിഴച്ചു? അവരെന്ത് തെറ്റ് ചെയ്തു? ഈ ജാതിയും മതമൊക്കെ ഈ നാടിന്റെ യാഥാർത്ഥ്യമല്ലേ? സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ പോലും ജാതിയും മതവും നോക്കുന്ന ഒരു നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഏതോ ഒരാള് ജാതി പറഞ്ഞിട്ടൊരു പോസ്റ്റിന്റെ ഉത്തരവാദിത്വം കൂടി ബിഗ് ബോസ് വീട്ടിൽ ഇതൊന്നും അറിയാതെ നിൽക്കുന്ന ആ പെങ്കൊച്ചേക്കണമെന്ന് പറയുന്നവരുടെ ചിന്താശേഷിയും സാമാന്യ ബുദ്ധിയും ഒക്കെ എവിടെ പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി മനസ്സിലാവുന്നില്ല.